ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ഒച്ചയും മുഖമൊക്കെ കണ്ടാൽ അറിയാം ഗൈസ്, ഉറങ്ങി എണീറ്റേ ഉള്ളൂ. സമയം ഏകദേശം 5:50 ഗൈസ്. ഇന്ന് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ് ഗൈസ് നമ്മൾ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് എല്ലാവർക്കും. ഇന്ന് മാത്രം പോയത് ഗൈസ്, നാളെ മറ്റന്നാൾ അവധിയാണ്. അതെ, എൻ്റെയും ഫസ്റ്റിനുടെയും ലൈഫിൽ മെജോറിറ്റി, അതായത് ഒരു യൂഷ്വലി ഒരു ദിവസം എങ്ങനെയാണ് കടന്നു പോകുന്നതാണ് ഈ ഒരു ദിവസം കാണാൻ പോകുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, രാവിലെ ഒരു 10 മണി വരെ ഓക്കെയാണ്. അത് കഴിഞ്ഞ പിന്നെ ഞാൻ ക്ലാസ്സിൽ പോകും ഗൈസ്. ഓക്കെ, അപ്പം ഇപ്പം രാവിലെ 6 മണി. ഈ 6 മണിക്ക് ഞങ്ങൾ പോകുന്നത് നടക്കാനാണ്. സ്റ്റേ ഹെൽത്തി. സോ ഞാനും ഉമ്മയും ഫസ്റ്റിനെ കൂടെ നടക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോവാണ്. ആ സ്ഥലത്തെത്തുമ്പോൾ കാണാം. ഓക്കെ, അപ്പം ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. സോ നമ്മൾ വാപിച്ച് സാധാരണ ഞങ്ങൾ 4 പേര് കൂടിയാണ് പോവല്. വാപിച്ച് ഇന്നൊരു മീറ്റിങ്ങിനായിട്ട്, എംഎസിന്റെ മീറ്റിങ്ങിനായിട്ട് നമ്മുടെ പെരിന്തൽമണ്ണയിൽ. അത് നമ്മുടെ ഡേ ഇൻ അവർ ലൈഫിൽ ഇപ്പൊ എന്നും വാപിച്ച് മീറ്റിങ്ങിന് പോകത്തില്ല, പക്ഷെ ഇന്ന് മാത്രം വാപിച്ച് മീറ്റിങ്ങിന് പോയി. സോ നമുക്ക് ഇനി നടക്കാൻ വേണ്ടി കാർ എടുക്കാം. അല്ലെങ്കിൽ വാപിച്ച് കൂടി നമ്മളുടെ കൂടെ നടക്കാനുണ്ടായിരുന്നു ഗൈസ്. ഞങ്ങൾ യൂഷ്വലി നടക്കുന്നത് ഞാനും അസ്രു ഒരു സെറ്റ്, ഉമ്മിയും വാപ്പി ഒരു സെറ്റ്, അങ്ങനെയായിരുന്നു. അതെ, കപ്പിളായിട്ടായിരുന്നു നടക്കുന്നത്. പക്ഷെ നടക്കുന്ന സ്ഥലം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഗൈസ്. ഞാൻ നിങ്ങൾക്ക് കാണിക്കും. നിങ്ങൾ ഇനിയിപ്പോൾ വെട്ടം ഇല്ലാത്തതുകൊണ്ട് ബ്യൂട്ടിഫുൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയാൻ, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അനുഭവിച്ചറിയാൻ പറ്റത്തില്ലായിരിക്കും. എന്നാലും നമുക്ക് കാണാം. ഉമ്മി റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ? ഉമ്മയും രാവിലെ ഉറക്കം കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ ഹെൽത്തി ആയിട്ട് നടക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ സ്ഥലം, കണ്ടില്ലേ? ഇതിന് ചുറ്റിനുമാണ് നമ്മൾ 3 പേരും നടക്കുന്നത്. എന്നും രാവിലെ വന്നിട്ട് ഇവിടെ ആകുമ്പോൾ ഒരു പ്രകൃതി രമണീയമായി ശാന്തതയോടുകൂടി ഈ ചിറയുടെ ചുറ്റിനും ഇങ്ങനെ നടക്കുമ്പോൾ, ഒരു റൗണ്ട് നടക്കുമ്പോൾ 2 കിലോമീറ്റർ അല്ലേ? അപ്പോൾ 2 റൗണ്ട് നടക്കുമ്പോൾ 4 കിലോമീറ്റർ. അങ്ങനെ ഞങ്ങൾ 2 റൗണ്ടാണ് നടക്കാറുള്ളത്. വാപ്പച്ചി ഉമ്മയും ഒരു കപ്പിൾ, ഞാനും ഇവളൊരു കപ്പിൾ. ഇപ്പോൾ വാപ്പച്ചി ഇല്ലാത്തതുകൊണ്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നു. ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും നടന്ന് വന്നിട്ട് കാണാം. ഓക്കെ, അങ്ങനെ മാർഷലിന്റെ ഹെഡ്ഫോൺ ഒക്കെ ഇട്ട് ഞാൻ നടത്ത സ്റ്റാർട്ട് ചെയ്ത് ഗൈസ്. ഒറിജിനൽ ആണോ ചാത്തനാണോ കണ്ടുപിടി. അങ്ങനെ ഒരു റൗണ്ട് ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പൊ 2ാമത്തെ റൗണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ 2 റൗണ്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. നമ്മളെ ഡൈനർ ലൈഫ് പ്രമാണിച്ചിന്ന് ഫസ്റ്റിനേക്ക് പോകണം, ഉമ്മയ്ക്ക് പോകണം, അച്ഛനി പോത്തില്ലേ? അച്ഛൻ പോകണം, അസ്ന പോകണം, എല്ലാവരും പോകണം. ഓക്കെ, ഇതാരാ വണ്ടി? എന്നാ എഴുതേര്. പിന്നെ ഉമ്മി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് കാർ എടുത്തോണ്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം. ഓക്കെ യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ 3 പേരും ഹാജരായിരിക്കുകയാണ്. ഇനി ഞങ്ങൾ 3 പേരും കൂടെ വീട്ടിൽ പോയതിനു ശേഷം ഉമ്മയുടെ പാട്ടിനും അസ്നയുടെ പാട്ടിനും ഞാൻ എന്റെ പാട്ടിനെ പോകും. എന്താ രാവിലെ കഴിക്കാൻ? ഹോട്ടലോ ചപ്പാത്തി അപ്പം എല്ലാം ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം. ഗൈസ്, ഞങ്ങൾ നടന്നിട്ട് വന്നപ്പോൾ കാണുന്ന കാഴ്ച നിങ്ങളൊന്ന് കാണണം. നോക്കൂ, പാവം അസ്ന രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കുകയാണ്. നീ എന്ത് പഠിക്കുന്ന മോളെ? ജോമെട്രിയോ? ഗ്രാഫിക്സാ? ഇത്രയും ദിവസം അവധികൾ ഉണ്ടായിട്ട് നമുക്ക് ലാസ്റ്റ് നിമിഷമാണ് തുടങ്ങി. എനിക്ക് 8:30 പോണം, ഇപ്പൊ സമയം 7 മണി. ഇങ്ങനെ അവസാന മുഹൂർത്തത്തിൽ നിങ്ങളുടെ പണി ചെയ്യുന്ന ഫ്രണ്ട്സും നിങ്ങൾക്കും കമന്റ് ചെയ്യൂ, മെൻഷൻ ചെയ്യൂ അവരെ. അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡി ആയെന്നാണ് തോന്നുന്നത്. നമുക്ക് പോയി നോക്കാം രാവിലെ എന്ത് വേണമെന്ന് നോക്കാം. 2 റൗണ്ട് നടന്നിട്ട് കാലൊക്കെ പഴുത്ത്. ചപ്പാത്തിയാണ്. വാവ്, ഹെൽത്തി ചപ്പാത്തി വിത്ത് എന്തുവാ? ഇന്നലത്തെ ഒരു ചില്ലി ചിക്കൻ ഉണ്ട്, വേണോ? വേണം. ഇതെന്തായാലും എനിക്ക് വേണ്ട. ദിസ് ഈസ് അൺഹെൽത്തി. അല്ല, അൺഹെൽത്തി. മുട്ടക്കറിയും ചില്ലി ചിക്കനും ചപ്പാത്തി. പോകാൻ സമയമായില്ലേ മോളെ? എന്താണ് നമ്മൾ കഴിക്കുന്നത്? ഞാൻ ചപ്പാത്തിയും മുട്ടക്കറിയും നീ എപ്പോഴാ പോന്ന? നിങ്ങൾക്ക് 8:30 ഇപ്പം 8:20. 8:30 കോളേജ് ബസ്സിനാണോ നീ പോന്ന? യെസ്. എന്റെ മോളെ എവിടെ വരുന്ന കോളേജ് ബസ്? ഇവിടെ തൊട്ടടുത്ത് ജംഗ്ഷനിൽ തന്നെ. അച്ഛോ, നീ പോന്നില്ലടാ? ഞാൻ കുളിക്കാൻ വേണ്ടി എണ്ണ തേക്കുന്നു. എപ്പോഴാ പോകുന്നത്? എന്റെ സമയം. എന്റെ മോനെ, ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വേണല്ലേ? സ്വന്തം സമയത്തിന് ജോലിക്ക് പോകുന്നു, സ്വന്തം സമയത്ത് വരുന്നു. നീ ഇവിടെ നേരെ ഉമ്മയുടെ വീട്ടിലോട്ടാണോ പോകുന്നത്? ഉമ്മിനെന്ന് പറഞ്ഞാൽ നമ്മുടെ മൂത്തുമ്മയുടെ വീടാണ് കേട്ടോ. ഉമ്മയുടെ വീട്ടിലാണോ പോകുന്നത് അച്ചു? കമ്പനിയിലേക്ക്. അതല്ല, കമ്പനി കഴിഞ്ഞിട്ട് വൈകുന്നേരം. അപ്പൊ നീ വരത്തില്ലേ? നാളെ അവധിയില്ലേ? നാളെ അവധിയല്ല, ശനിയാഴ്ച ഉണ്ടോ പിന്നെ? അപ്പൊ നീ നാളെ കഴിഞ്ഞിട്ടേ വരത്തോളോ? നാളെ വൈകുന്നേരം വരുമോ? ഇല്ല, വരത്തില്ല. ഞാൻ അടുത്ത ആഴ്ച വരത്തോളൂ. എടാ, നാളെ വൈകുന്നേരം ഞങ്ങൾ ടൂർ പോകുന്നുണ്ട്. എവിടെ പോകുന്നേ? അത് പറയത്തില്ല, സർപ്രൈസാ. സർപ്രൈസ്? എന്നാ വിളി. ഓക്കെ. ഉമ്മ എപ്പോഴാ പോകുന്ന? 9:20. ഓക്കെ, നമുക്ക് എല്ലാരും പോകുന്ന സമയത്ത് കാണാം.
ഗൈസ് അങ്ങനെ നമ്മുടെ വീട്ടിലെ ആദ്യത്തെ ആൾ പോകാൻ പോവുകയാണ്. അസ്ന, AI ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കുന്ന അസ്ന. ബസ് വരും. Okay, 8:45 ബസ്. 8:45 ഞാൻ ലേറ്റ് ആവുകയാണെങ്കിൽ എനിക്കൊക്കെ കൊണ്ടാകും. എപ്പം വരും പോയിട്ട്? ഇനി വൈകിട്ട് 4:30. ഓക്കെ ബൈ. യെസ് ഗൈസ്, അടുത്ത ആളായിട്ടുള്ള നമ്മുടെ അച്ചുക്കുട്ടനും പോവുകയാണ് ഗൈസ്. അച്ചു, അപ്പം നീ ഇനി നാളെയും കഴിഞ്ഞ് മറ്റന്നാളെ വരത്തുള്ളൂ അല്ലേ? മറ്റന്നാള് വന്നാ വന്നു. ആന്ധ്ര എറണാകുളത്ത് പോന്നാ? എന്റെ ഫ്രണ്ടിനെ കാണാൻ പോകുന്നില്ല. ഏത് ഫ്രണ്ടിനാ? ചുമ്മാ ഗേൾ ഫ്രണ്ട് ആണോ? അല്ല ബൈ ഫ്രണ്ടാ. ആ പോട്ടോ ബൈ. അങ്ങനെ മൂന്നാമത്തെ ആളായ നമ്മുടെ ഉമ്മയും പോവുകയാണ് ഗൈസ്. ഉമ്മീന് എത്ര മണിക്ക് വരും? ഞാൻ 4:30. കൊണ്ടാക്കാം ബാ വരും. ഗൈസ് ഇതാണ് നമ്മുടെ ഉമ്മി പഠിപ്പിക്കുന്ന സ്കൂൾ. മുമ്പുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇനി വീട്ടിലേക്ക് പോകാം. ബൈ. യെസ് ഗൈസ്, അങ്ങനെ അവസാനമായി നമ്മൾ ഫസ്നായ കൊണ്ടാക്കാൻ പോവുകയാണ്. വീട്ടിലെ അവസാന തരി. ഞാൻ പോയിട്ട് 3:30-3:45 വരാം. ഓക്കെ, അപ്പൊ ഇവരെല്ലാരും ഇനി പോയിട്ട് വരുമ്പോ നമുക്ക് കാണാം. ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും സംഭവിക്കണേ അത് ഞാൻ ഉൾപ്പെടുന്നതായിരിക്കും. പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ്. സോ വി വാണ്ട് ടു ഗോ ടു അവർ മോസ്ക്. എന്തിന്? ഫോർ പ്രേയിങ്. നമുക്കിന്ന് വെള്ളിയാഴ്ച ജുമാ നമസ്കരിക്കാൻ പോകണം. പിന്നെ ഈ നല്ല ഉറക്കക്ഷണം ഗൈസ്. ഈ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വ്യായാമം ചെയ്ത് കഴിഞ്ഞ് രാവിലെ വന്ന ഉടനെ ഉറക്കം വരുമോ? ജിമ്മി പോയിക്കൊണ്ടിരുന്നപ്പോഴും ഇങ്ങനെയായിരുന്നു. ജിമ്മി പോയി വന്നാ പിന്നെ ഉറക്കം വരും. ഉറക്കം വരും. നമ്മളെല്ലാം ചത്തു വീഴത്തില്ലേ? നമ്മളെല്ലാം 2-3 പായസമൊക്കെ അടിച്ച് കയറ്റി ഊണ് അടിച്ച് കയറ്റി മറ്റേ ചത്ത ഒരു ഫീല്. ഭയങ്കര എനർജിയാണ്. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഉറക്കമായിരുന്നു. ഇവളിപ്പോ പറയുന്നത് കുളിച്ചപ്പോ ഓക്കെ. സോ ഞാൻ വന്നിട്ടൊന്ന് കുളിച്ചിട്ട് പള്ളിയിലൊക്കെ പോയി നോക്കാം. പക്ഷെ ഇപ്പൊ ഇങ്ങനെ എസിക്കകത്തിരിക്കുമ്പോ ഉറക്കം വരും. മെയിൻ പ്രശ്നം എന്താണെന്നറിയോ? വീണ്ടും വരുന്നത് എനിക്ക് ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പോ അവിടെ AC ആണ് ഗൈസ്. അത് ആരുടെ മിണ്ടൊന്നുമില്ലല്ലോ. ഞാൻ അവിടെ ഇൻഡിവിജ്വൽ സ്റ്റുഡന്റാ, ബാക്കി എല്ലാരും ബാച്ചാ. എനിക്ക് അങ്ങനെ വലിയ കമ്പനിക്കാരൊന്നും ഇല്ല. എനിക്ക് അവിടെ ഇരുന്ന് കുറച്ചു നേരം വർക്ക് ചെയ്ത് കഴിയുമ്പോ ഉറക്കം വരുമ്പോ ഞാൻ 1 മണിക്കൂർ കിടന്ന് ഉറക്കും. എന്താണ് ഇങ്ങനെ ഒരു ഉറക്കം വരുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും ആർക്കെങ്കിലും എക്സസൈസ് രാവിലെ ചെയ്ത ഉടനെ ഉറക്കം വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. പിന്നെ ഇതിന്റെ റീസൺ കൂടെ ഒന്ന് കമന്റ് ചെയ്താൽ കൊള്ളായിരുന്നു. ഇത് മാറ്റാനുള്ള എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യാണ്. അപ്പോ നമ്മള് പോയിട്ട് വരാല്ലേ? ഉറക്കം വരുന്ന ഇപ്പൊ ഫസ്റ്റ് നാളെ സ്റ്റോപ്പ് എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് നമ്മളെ ഗുഡ് നൈറ്റ് ഗൈസ്. അങ്ങനെ നമ്മൾ എല്ലാവരും കൊണ്ടാക്കി വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇനി നമ്മുടെ പണി, എൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലിബ്ര ബുട്ടീക്ക് എന്ന് പറയുന്ന ഒരു ബുട്ടീക്ക് തുടങ്ങി. സോ ഓൺലൈൻ സ്റ്റോറാണ്. അറിഞ്ഞാത്തവർക്ക് വേണ്ടി പറയണം, നമ്മളൊരു ഓൺലൈൻ സ്റ്റോർ തുടങ്ങി. അപ്പോൾ അതിൻ്റെ റിക്വസ്റ്റുകളും നമുക്ക് അതിൻ്റെ ഓർഡർ ഡീറ്റെയിൽസും പിന്നെ അതിൻ്റെ ആൾക്കാർ എൻക്വയറി ചെയ്യുമല്ലോ. അപ്പോൾ അതിനെയൊക്കെ പറ്റി ചാറ്റ് ചെയ്ത് അവരുടെ അടുത്ത് സംസാരിച്ച് അവരെ കൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടിച്ച് അവരെ പ്രോഡക്റ്റ് മേടിപ്പിക്കണം. സോ അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ എടുത്ത വീഡിയോസ് എഡിറ്റ് ചെയ്യണം. അങ്ങനെ ഒരുപാട്. പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ജുമായ്ക്ക് പോകണം. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ പണി. സോ എന്നിട്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വരുമ്പോഴത്തേക്ക് വൈകുന്നേരം ആവും. പിന്നെ ഫസ്റ്റിനെ പോയി വിളിക്കാം. ഓക്കെ, അങ്ങനെ ഫസ്റ്റിനെ വന്നിരിക്കുകയാണ്. വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഉമ്മ അവിടെ കാണും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അസ്ന വരും. എന്നിട്ട് നമ്മൾ വീട്ടിൽ നടക്കുന്ന മെയിൻ സംഭവങ്ങൾ ഷോർട്ട് വ്ലോഗായിട്ട് അപ്ലോഡ് ചെയ്യും ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.